ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MR അംബേദ്കർ ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണ്. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് BDSന് ഇവിടെ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, ഏത് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം, അതേപോലെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് BDS റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടും കൂടുതൽ BDS റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളേജിനെ കുറിച്ചിട്ട് നോക്കാം. MR അംബേദ്കർ ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, അതായത് മാതൃശ്രീ രമാബായ് അംബേദ്കർ ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. ഒരു നമുക്കറിയാം BDS ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്നാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ BDS പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണ്, ഡെൻറ്റിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടൊരു അക്രഡിറ്റേഷനാണ് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ MR അംബേദ്കർ ഡെൻ്റൽ കോളേജിൽ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ ഡെൻ്റൽ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 1986 പോരാത്തതിന് പിന്നെ നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ്, നമ്മൾ പഠിക്കാൻ പോകുന്ന കോളേജ് ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണ് MR അംബേദ്കർ ഡെൻ്റൽ കോളേജ്. കാരണം പറയുകയാണെങ്കിൽ കർണാടകയിൽ തന്നെയുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ഇവർ അഫിലിയേറ്റഡ് ആയിട്ടുള്ളത്. പോരാത്തതിന് കുറേയധികം അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ഡെൻറ്റിസ്ട്രിയിൽ തന്നെ കുറേയധികം കോഴ്സുകളാണ് ഈ ഒരു ഹോസ്പിറ്റൽ, ഈ ഒരു ഡെൻ്റൽ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ തന്നെയുള്ള ഫസ്റ്റ് പ്രൈവറ്റ് ഡെൻ്റൽ കോളേജാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് ഈ ഒരു ഡെൻറ്റിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൈവറ്റ് ഡെൻ്റൽ കോളേജാണ് നമ്മുടെ MR അംബേദ്കർ ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. ആൻഡ് ഇത് തുടങ്ങിയിട്ടുള്ളത് 1992 ടൈമിലാണ്. പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കുറേയധികം ഫീൽഡിലാണ് ഇവർ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഓറൽ അനാറ്റമി, ഡെൻ്റൽ മെറ്റീരിയൽസ്, റേഡിയോളജി, ഓറൽ പാത്തോളജി, പെരിയോഡോണ്ടിക്സ്, എൻഡോഡോണ്ടിക്സ്, പ്രോസ്തോഡോണ്ടിക്സ്, ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഓറൽ സർജറി പോലുള്ള ഒരുപാട് ഫീൽഡുകളിൽ ഇവർ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനിയൊരു നമ്മുടെ അക്കാഡമിക്സിൻ്റെ ഒപ്പം തന്നെ ഇവർ ക്ലിനിക്കൽ ട്രെയിനിങ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടാനും അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നിങ്ങളുടെ റിയൽ വേൾഡ് എക്സ്പീരിയൻസും സ്കിൽസും ഗെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ഇനി ഈ ഒരു കോളേജിലുള്ള BDS ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്യൂറേഷൻ വരുന്നത് 5 years ആണ്. ആൻഡ് ഇനി ഓരോ വർഷവും ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 സീറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ BDSന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മാസ്റ്റർ ഓഫ് ഡെൻ്റൽ സർജറി പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ടുള്ള MDSൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതൊരു 3 year കോഴ്സാണ്, 3 year ഡ്യൂറേഷനാണ് വരുന്നത്. ആൻഡ് ഇവിടെ 38 സീറ്റ്സ് ആണ് ഓരോ വർഷവും ഇവിടെ സ്റ്റുഡൻസിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് PhD പ്രോഗ്രാംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PhD പ്രോഗ്രാംസും 3 year ആണ്. പോരാത്തതിന് ഫെലോഷിപ്പ് പ്രോഗ്രാംസ്, അതും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയും അഫിലിയേറ്റഡ് ആയിട്ട് നടത്തുന്ന, റെക്കഗ്നൈസ്ഡ് ആയിട്ട് നടത്തുന്ന ഫെലോഷിപ്പ് പ്രോഗ്രാം, 1 yearൻ്റെ ഫെലോഷിപ്പ് പ്രോഗ്രാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി BDSൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ BDSന് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ KA വഴി എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ് നിങ്ങൾ നീറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KA കർണാടക എഡ്യൂക്കേഷൻസ് അതോറിറ്റി വഴി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏത് സീറ്റാണെങ്കിലും ഇപ്പോൾ നമ്മുടെ 100 സീറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, അതിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോട്ട സീറ്റ്സ്, പ്രൈവറ്റ് ഓപ്പൺ കോട്ട സീറ്റ്സ്, പിന്നെ NRI അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് സീറ്റ്സിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നീറ്റ് ക്വാളിഫൈ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കണം. ആൻഡ് അതിനുശേഷം നിങ്ങൾ KA കർണാടക എഡ്യൂക്കേഷൻ അതോറിറ്റി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 year കോഴ്സാണ് BDSന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൽ 4 year അക്കാഡമിക്സ്, അതായത് പ്രീ ക്ലിനിക് ആൻഡ് ക്ലിനിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ് ഇവർ 4 yearൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് 1 year ആയിട്ടുള്ള കമ്പൽസറി ഇൻറ്റേൺഷിപ്പും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. നല്ല രീതിയിൽ പേഷ്യൻ്റ് ഫ്ലോ ഉള്ള ബാംഗ്ലൂരിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലാണ് നമ്മുടെ മാതൃശ്രീ രമാബായ് അംബേദ്കർ ഡെൻ്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. അപ്പോൾ നിങ്ങൾ BDS പോലൊരു കോഴ്സാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യേണ്ട ഒരു കോളേജ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പറഞ്ഞു, ഈ ഒരു
4-year കോഴ്സിൽ തന്നെ അവർ പ്രീ ക്ലിനിക് ആൻഡ് ക്ലിനിക്കൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വർക്ക് ചെയ്യാനും പഠിക്കാനും കൂടി സാധിക്കും. പിന്നെ പ്ലസ് 1 year കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉള്ളതുകൊണ്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു BDS കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു കോളേജിൻ്റെ പേര് മനസ്സിൽ വെക്കുക. പോരാത്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.